2020 മുതൽ 25 വരെയുള്ള കാലഘട്ടം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങളുടെയും അതിജീവനത്തിന്റെയും കാലമായിരുന്നു. കോവിഡ്-19 മഹാമാരി ലോകത്തെ നിശ്ചലമാക്കിയപ്പോൾ സിനിമാ മേഖലയും പ്രതിസന്ധിയിലായി. ഈ വെല്ലുവിളിയെ ഒരു അവസരമാക്കി മാറ്റിക്കൊണ്ട് മുന്നേറിയ ഈ കാലഘട്ടം മലയാള സിനിമാ ചരിത്രത്തിലെ രണ്ടാം സുവർണ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. 2020ന്റെ തുടക്കത്തിൽ അഞ്ചാം പാതിര, അയ്യപ്പനും കോശിയും തുടങ്ങിയ ചിത്രങ്ങൾ വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയെങ്കിലും മാർച്ച് മാസത്തോടെ ലോക്ക്ഡൌൺ വന്നു. ഇനി സിനിമകൾ ഉണ്ടാകുമോ? ആളുകൾ തിയേറ്ററിൽ വീണ്ടും വരുമോ? ഈ ചോദ്യങ്ങൾ, ഈ ആശങ്കകൾ ആ സമയത്തുണ്ടായി. ഷൂട്ടിങ്ങുകൾ നിലയ്ക്കുകയുണ്ടായി, ചിത്രങ്ങളുടെ റിലീസ് മാറ്റിവെച്ചു. തിയേറ്ററുകൾ അടഞ്ഞതോടെ സിനിമയുടെ വിപണി വീട്ടിനുള്ളിലെ ടിവിയിലേക്കും ലാപ്ടോപ്പിലേക്കും മാറുന്നു. അതോടെ സിനിമകൾ നേരിട്ട് OTT റിലീസ് ചെയ്യാൻ ആരംഭിക്കുന്നു. സൂഫിയും സുജാതയും എന്ന ചിത്രം OTTയിൽ റിലീസ് ചെയ്തുകൊണ്ട് ചരിത്രം കുറിക്കുകയുണ്ടായി. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾക്കിടയിൽ ചെറിയ സ്ഥലത്ത് കുറഞ്ഞ ആളുകളെ വെച്ച് സിനിമ ഷൂട്ട് ചെയ്തു തുടങ്ങി. വെറുമൊരു ഐഫോൺ ഉപയോഗിച്ച് വീട്ടിൽ ഇരുന്ന് ഷൂട്ട് ചെയ്ത് വിസ്മയങ്ങൾ തീർക്കാമെന്ന് മഹേഷ് നാരായണന്റെ See You Soon പോലെയുള്ള പരീക്ഷണ ചിത്രങ്ങൾ തെളിയിക്കുകയുണ്ടായി. പ്രേക്ഷകർക്ക് OTT ഒരു അനുഭവമായ കാലമായിരുന്നു അത്. ഈ കാലയളവിൽ മിന്നൽ മുരളി മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹീറോ ചിത്രം എന്ന നിലയിൽ ലോക ശ്രദ്ധ നേടുകയുണ്ടായി. പ്രേക്ഷകരെ വീണ്ടും ഒരു സസ്പെൻസ് ചരടിലേക്ക് പിടിച്ചു കെട്ടിക്കൊണ്ട് ദൃശ്യം 2 റിലീസ് ചെയ്യുകയും ചെയ്തു. അപ്പോഴും പക്ഷേ തിയേറ്ററുകളിലെ പ്രതിസന്ധി തുടർന്നുകൊണ്ടേയിരുന്നു. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ഇൻഡോർ സിനിമകൾക്കും പ്രാധാന്യം കൂടിയത്. സൈക്കോളജിക്കൽ ത്രില്ലറുകളും ലളിതമായ കുടുംബകഥകളും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു. ഷൂട്ടിംഗ് മുടങ്ങിയതും റിലീസ് വൈകിയതും നിർമ്മാതാക്കളെ ആകെ പ്രതിസന്ധിയിലാക്കിയെങ്കിലും തിയേറ്റർ ഇല്ലാത്ത സമയത്ത് OTT പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ലഭിച്ച തുക പലർക്കും ഒരു ആശ്വാസമായ കാലമായിരുന്നു അത്. പടം വിറ്റാൽ പണം കിട്ടുമെന്ന ഉറപ്പ് നിർമ്മാതാക്കൾക്ക് ധൈര്യം നൽകുകയുണ്ടായി. ആടുജീവിതം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ പൃഥ്വിരാജും സംവിധായകൻ ബ്ലസ്സിയും ഉൾപ്പെടെയുള്ള 58 അംഗ സംഘം ജോർദാനിൽ കോവിഡ് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ കുടുങ്ങിപ്പോവുകയും നിർമ്മാണം വർഷങ്ങളോളം നീണ്ടുപോവുകയും ചെയ്തത് ആ സമയത്ത് വാർത്തയായിരുന്നു. കോവിഡിന് ശേഷം സിനിമയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് തന്നെ പറയാം. 50% ഒക്കുപ്പൻസിയിൽ തിയേറ്ററുകൾ പ്രവർത്തിക്കാൻ സർക്കാർ അനുവാദം നൽകുകയുണ്ടായി. കുറുപ്പും ദ പ്രീസ്റ്റും പോലുള്ള ചിത്രങ്ങൾ ആ സമയത്ത് മികച്ച വിജയം നേടി. ഈ വിജയങ്ങൾ സിനിമാ വ്യവസായത്തിന് നൽകിയ ആശ്വാസം ചില്ലറയായിരുന്നില്ല. തുടർന്ന് വൻ ബജറ്റ് ചിത്രങ്ങൾ തിയേറ്റർ റിലീസ് ചെയ്യുന്ന സാഹചര്യം പതിയെ ഉണ്ടാകുന്നു. കോവിഡിന് ശേഷം തിയേറ്ററുകൾ പതുക്കെ സജീവമാവുകയും 2Kക്ക് പകരം 4K ഡിജിറ്റൽ പ്രൊജക്ഷൻ, ഡോൾബി അറ്റ്മോസ് സൗണ്ട് തുടങ്ങിയവ വ്യാപകമാവുകയും നിലവാരം വർദ്ധിക്കുകയും ചെയ്തത് പ്രേക്ഷകരെ ആകർഷിച്ചു. 2018 മഞ്ഞുമൽ ബോയ്സ്, ആടുജീവിതം, ആവേശം, പ്രേമലു തുടങ്ങിയ ചിത്രങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വലിയ ഹിറ്റുകളായി മാറിയ സമയമായിരുന്നു. ചെറിയ ബജറ്റിൽ വരുന്ന സിനിമകൾ പോലും ക്വാളിറ്റി കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടു. നെസ്രിൻ, മമിത ബൈജു, മാത്യു തോമസ്, അനശ്വര രാജൻ, സംഗീത് പ്രതാപ്, സന്ദീപ് പ്രദീപ്, റിയ ഷിബു തുടങ്ങിയ യുവതാരങ്ങളുടെ സിനിമകൾ പുതുതലമുറ പ്രേക്ഷകരെ വലിയ രീതിയിൽ ആകർഷിച്ചു. മമ്മൂട്ടിയുടെ പരീക്ഷണാത്മക ചിത്രങ്ങളായ ഭ്രമയുഗം, നൻപകൽ നേരത്ത് മയക്കം എന്നിവയും മോഹൻലാലിന്റെ വമ്പൻ പ്രൊജക്ടുകളായ എമ്പുരാൻ, തുടരും എന്നീ സിനിമകളും ഇൻഡസ്ട്രിക്ക് കരുത്തേകി. മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർക്കപ്പെടുകയും അന്യസംസ്ഥാനങ്ങളിൽ പോലും മലയാള സിനിമകൾ വലിയ തരംഗമായി മാറുകയും ചെയ്തു. ചുരുളി, ആവാസവ്യൂഹം, റോഷാക്ക് തുടങ്ങിയ സിനിമകൾ മലയാളത്തിൽ അതുവരെ കണ്ടിട്ടില്ലാത്ത പ്രമേയം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടു. കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ അപ്രതീക്ഷിതമായി കടന്നുവരുന്ന അന്യഗ്രഹ ജീവിയുടെ കഥ പറയുന്ന ഗഗനാചാരിയും മൾട്ടിവേഴ്സ് സങ്കല്പങ്ങളും ഫാന്റസിയും ചേർത്തുവെച്ച ലോകയും പുതിയൊരു സിനിമാറ്റിക് യൂണിവേഴ്സിന് തുടക്കം കുറിച്ചു. സാങ്കേതിക മികവ് കൊണ്ട് മലയാള സിനിമ ഹോളിവുഡ് നിലവാരത്തിലേക്ക് ഉയരുന്ന കാഴ്ചയാണ് ഈ കാലയളവിൽ നമ്മൾ കണ്ടത്. എമ്പുരാൻ പോലുള്ള ബിഗ് ബജറ്റ് സിനിമകളിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിച്ചത്. എഡിറ്റിംഗിലും പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായം തേടാൻ തുടങ്ങിയതും ഈ കാലഘട്ടത്തിൽ തന്നെയാണ്. കോവിഡ് കാലത്തെ നിശബ്ദതയെ പരീക്ഷണങ്ങൾ കൊണ്ടും സാങ്കേതിക തികവ് കൊണ്ടും മറികടന്ന മലയാള സിനിമ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്രിയേറ്റീവ് ഇൻഡസ്ട്രികളിൽ ഒന്നായി മാറിയിരിക്കുന്നു. മുമ്പ് കേരളത്തിലും ഗൾഫ് നാടുകളിലും മാത്രം ഒതുങ്ങി നിന്നിരുന്ന മലയാള സിനിമ ഈ ദശാബ്ദത്തിൽ ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ ശ്രദ്ധിക്കുന്ന ഒന്നായി മാറി. കഥാപരിസരങ്ങളിൽ സ്വാഭാവികതയും മികച്ച തിരക്കഥകളും കൊണ്ട് ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ചലച്ചിത്ര മേഖലയാണ് മലയാള സിനിമ. കലാമൂല്യമുള്ള സിനിമകളും വാണിജ്യ വിജയങ്ങൾ നേടുന്ന സിനിമകളും ഒരുപോലെ സമന്വയിപ്പിക്കാൻ മലയാള സിനിമയ്ക്ക് പ്രത്യേക കഴിവ് തന്നെയുണ്ട്. കുറഞ്ഞ ചിലവിൽ മികച്ച സാങ്കേതിക മികവോടെ സിനിമകൾ നിർമ്മിക്കുന്നതിൽ മലയാളം ഇന്നും മുൻപന്തിയിൽ തന്നെയാണ്.